ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ IRRൻ്റെ മെത്തേഡ് IRR മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അതിലിപ്പോൾ നമ്മൾ ഈക്വലും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അൺഈക്വലും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈക്വലും അൺഈക്വലും ആയാലും ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പിലും അതുപോലെ മൂന്നാമത്തെ സ്റ്റെപ്പിലും മാത്രമാണ് ചേഞ്ചസ് ഉള്ളത്. ബാക്കി ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പും ഫോർത്ത് സ്റ്റെപ്പും സെയിം ആണ്. ഇക്വേഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇക്വേഷനും വ്യത്യാസമുണ്ട്. അതുപോലെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈക്വൽ ആവുമ്പോൾ NPV കാണുന്ന പോലെ ഓരോ റേഷ്യോസും ഉപയോഗിച്ച് സെപ്പറേറ്റ് PV വാല്യൂ കണ്ടതിന് ശേഷമേ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഉപയോഗിക്കേണ്ടത് ആന്വിറ്റി ടേബിൾ മാത്രം. ഏതായാലും ഈക്വൽ ആയാലും അൺഈക്വൽ ആയാലും രണ്ടാമത്തെ ടേബിൾ ഉപയോഗിക്കേണ്ടത് ആന്വിറ്റി ടേബിൾ. ദെൻ അൺഈക്വൽ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഏത് ടേബിളിൻ്റെ ആവശ്യമുള്ളൂ, ഇൻഡിവിജ്വൽ ടേബിളിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റേഷ്യോസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് അൺഈക്വൽ ആണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ടേബിൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഹോംവർക്ക് തന്നിട്ടാണ് നമ്മൾ നിർത്തിയത്. ആദ്യം നമുക്ക് ഹോംവർക്കിൻ്റെ ആൻസർ ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ PV ഫാക്ടർ കണ്ടുപിടിക്കുക. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് 50,000ഉം ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 12,500ഉം ആയിരുന്നു. അപ്പോൾ PV ഫാക്ടർ നമുക്ക് 4 ആയിരിക്കും കിട്ടുക. ദെൻ വാല്യൂസ് കണ്ടുപിടിക്കുക. ആ 4 എന്ന വാല്യൂവിനോട് ഈക്വൽ ആയിട്ട് വരുന്ന ഇൻഫ്ലോസ് കണ്ടുപിടിക്കുക, വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 4.1002 കിട്ടും. അതിൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് ആയിട്ട് വരിക 7%. ദെൻ 3.9927 ആണ് കിട്ടുക. അതിൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് 8% ആണ് വരിക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഇൻഫ്ലോനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുക. 12,500 ഇൻറ്റു 4.1002. അപ്പോൾ എത്ര കിട്ടി? 51.252.5 കിട്ടും. ദെൻ 12,500 ഇൻറ്റു 3.9927. അപ്പോൾ നമുക്ക് 49,908.75 ആണ് അതിൻ്റെയും പ്രസൻറ്റ് വാല്യൂ ആയിട്ട് കിട്ടുക. ദെൻ ഇത് വെച്ചിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിൽ 7% മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിയ വാല്യൂ ആണ് പ്രസൻറ്റ് വാല്യൂ ആണ് P1 ആയിട്ട് വരിക. ദെൻ 8%ൻ്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ആണ് നമ്മുടെ P2 ആയിട്ട് വരിക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷനിൽ കൊടുക്കാം. L നമുക്ക് 7 ആണ്, H8, P1 51,252.5, P2 49,908.75 ആൻഡ് Q 50,000 ആണ്. ഞാൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7.93% ആണ് IRR ആയിട്ട് കിട്ടുക. ഞാൻ ഹോംവർക്ക് ആയതുകൊണ്ട് അല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. നിങ്ങൾ ആൻസർ ചെക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആൻസർ എത്ര കിട്ടണം? 7.93% ആണ് നമ്മുടെ IRR ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഈക്വൽ ആയത് കുറച്ചും കൂടി എളുപ്പമാണ്. കുറച്ച് കോംപ്ലിക്കേഷൻ, കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അൺഈക്വൽ ആകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നു, എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നേരത്തെ പറഞ്ഞ ആരുടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഞാൻ വായിക്കാം. കാൽക്കുലേറ്റ് IRR where cash inflows are 30,000, 40,000, 60,000, 30,000, 20,000 and cash outflow is 1,36,000. അപ്പോൾ നമുക്ക് 5 വർഷത്തെ ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്, ഔട്ട്ഫ്ലോയും തന്നിട്ടുണ്ട്. നമ്മളുടെ IRR കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5 വർഷത്തെ സെപ്പറേറ്റ് ആയതുകൊണ്ട് ഇൻഫ്ലോസ് അൺഈക്വൽ ആണ്. നമ്മൾ ഇന്നലെ പഠിച്ച പോലെ ഇൻഫ്ലോസ് അൺഈക്വൽ ആയ രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നതായിട്ട് വരിക, 5 വർഷത്തെ ഡിഫറെൻറ്റ് എമൗണ്ടുകൾ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞോണം നമുക്ക് ആകെ ഒന്നാമത്തെ സ്റ്റെപ്പിലും മൂന്നാമത്തെ സ്റ്റെപ്പിലും മാത്രമേ ചേഞ്ച് ഉള്ളൂ. ആദ്യം ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്ത് തുടങ്ങാം. PV ഫാക്ടർ കണ്ടുപിടിക്കുക. ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് എഴുതണം? നമ്മൾ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് എഴുതണം. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. അതിൽ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ലൈഫ് ആണ്. ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ ഇൻഫ്ലോകളും ആഡ് ചെയ്യുക. 30,000 പ്ലസ് 40,000 പ്ലസ് 60,000 പ്ലസ് 30,000 പ്ലസ് 20,000 ഡിവൈഡഡ് ബൈ ലൈഫ് എത്രയാണ്? 5 വർഷത്തെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ലൈഫ് 5 ആണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,80,000 ഡിവൈഡഡ് ബൈ 5 കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 36,000 ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് 36,000 കിട്ടി. അത് വെച്ചിട്ട് നമ്മൾ ഇനി PV ഫാക്ടർ കണ്ടുപിടിക്കുക. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1,36,000 ഡിവൈഡഡ് ബൈ
ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 36,000. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 3.78 ആണ് നമുക്ക് എന്തായിട്ട് വരിക, പി വി ഫാക്ടർ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിലത്തെ പി വി ഫാക്ടർ കണ്ടുപിടിച്ചു 3.78. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ 3.78 നമ്മൾ ആന്വിറ്റി ടേബിളിൽ യൂസ് ചെയ്തിട്ട് എത്ര വർഷമാണ്, എത്രയാണ് ലൈഫ്, ഇതിന് 5 വർഷമാണ് ലൈഫ്. ആ 5ാമത്തെ റോയിൽ കറസ്പോണ്ടിങ് 3.78 എന്ന വാല്യൂവിനേക്കാൾ നിയറസ്റ്റ് ആയിട്ടുള്ള 2 വാല്യൂസ് കണ്ടുപിടിക്കണം. ഒരു വാല്യൂ കൂടിയതും ഒരു വാല്യൂ കുറഞ്ഞതുമായ 2 വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പി വി ഫാക്ടറായ പി വി ഫാക്ടറോട് നമ്മൾ ടേബിൾ യൂസ് ചെയ്യുക. ആന്വിറ്റി ടേബിളിൽ എത്ര ലൈഫ് എത്രയാണ്, 5 ഇയർ ആണ്. ആ 5 ഇയറിൻ്റെ റോയിൽ 3.78 നിയറസ്റ്റ് ആയിട്ടുള്ള 2 വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 3.7908 കിട്ടും, 3.6959 കിട്ടും. അപ്പോൾ നമ്മുടെ വാല്യൂവിനേക്കാൾ 3.78 ആണ്. അപ്പോൾ അതിനേക്കാൾ ഹയസ്റ്റ് വാല്യൂ ആയിട്ട് വരിക 3.7908 ലോവസ്റ്റ് വാല്യൂ ആയിട്ട് വരിക 3.6959 ആയിട്ട് വരിക. എന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് റേഷ്യോസും എഴുതാം, 10%ഉം 11%ഉം എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻഫ്ലോസ് അൺഈക്വൽ ആകുമ്പോൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടേബിൾ വരച്ചിട്ട് വേണം നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഈ 2 റേഷ്യോസും 10%ഉം 11%ഉം ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രസൻറ്റ് വാല്യൂകളുടെ ഇൻഫ്ലോസ് കണ്ടുപിടിക്കണം. അപ്പോൾ ടേബിൾ വരയ്ക്കുക, എന്നിട്ട് ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് പ്രസൻറ്റ് വാല്യൂ. ആദ്യത്തെ റേഷ്യോ എടുക്കാം 11%. ഓക്കെ, ദെൻ 4 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. ഇയർ ഇൻഫ്ലോ, ഡിസ്കൗണ്ട് അറ്റ് 11%, പി വി ഓഫ് ക്യാഷ് ഇൻഫ്ലോ. അങ്ങനെ 4 കോളംസ് പ്രൊവൈഡ് ചെയ്യാം. ഇയർ 1 to 5 എഴുതുക. ഇൻഫ്ലോസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 5 വർഷത്തിനും ഇൻഫ്ലോസ് എടുത്തെഴുതുക, തെറ്റിക്കാതെ എടുത്തെഴുതുക. then അടുത്ത എന്താണ്, ഡിസ്കൗണ്ട് അറ്റ് 11%. ഇവിടെയാണ് തെറ്റിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏത് ടേബിളാണ്, ഇത്രയും നേരം നമ്മൾ യൂസ് ചെയ്ത ആന്വിറ്റി ടേബിളാണ്. ആ റേഷ്യോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലോസ് അൺഈക്വൽ ആണെങ്കിൽ നമ്മൾ ഇനി യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഇൻഡിവിജ്വൽ ടേബിളാണ്. ഇൻഡിവിജ്വൽ ടേബിളിൽ ഓരോ വർഷത്തിൻ്റെയും 11%ൻ്റെ എമൗണ്ടുകൾ വാല്യൂസ് എടുത്തെഴുതുക. 0.9009, 0.8116, 0.7312, 0.6587, 0.5935. ഓക്കെ, അങ്ങനെ ഓരോ വാല്യൂസും എടുത്തെഴുതി. then അതിന് എന്ത് ചെയ്യണം, ഇതിന് ഇൻഫ്ലോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 27,027, 32,464, 43,872, 19,761, 11,870 കിട്ടും. then അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1,34,994 ആണ് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അറ്റ് 11% കിട്ടുക. അപ്പോൾ ഇത് 11% ആണ്. 11% എന്ന് പറയുമ്പോൾ എന്താണ്, ഹയസ്റ്റ് ആണോ ലോവസ്റ്റ് ആണോ, ഹയസ്റ്റ് വാല്യൂ ആണ്. ഹയസ്റ്റ് വാല്യൂ ഉപയോഗിച്ചിട്ട്, ഹയസ്റ്റ് റേഷ്യോ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ എന്ന് വിളിക്കുന്ന പേര് P2. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് P2 ആണ്. ദാറ്റ് ഈസ് 1,34,994 ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, P1 അതായത് ലോവസ്റ്റ് വാല്യൂ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാം. ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അറ്റ് 10%. ഇതുപോലെ തന്നെ 4 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. ഇയർ ഇൻഫ്ലോസ്, ഡിസ്കൗണ്ട് അറ്റ് 10%, പി വി ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഇയർ 1 to 5 ആണ്. ഇൻഫ്ലോസ് നേരത്തെ അതേ ഇൻഫ്ലോസ് തന്നെ, റേഷ്യോ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതേ ഇൻഫ്ലോസ് തന്നെ എഴുതുക. ഡിസ്കൗണ്ട് വാല്യൂവിനും വ്യത്യാസം വരും. ഡിസ്കൗണ്ട് അറ്റ് 10% ആണ്. നേരത്തെ ഉപയോഗിച്ചത് 11% ആണ്. ഇവിടെ 10% എഴുതാം. വാല്യൂസ് ഇൻഡിവിജ്വൽ ടേബിളിൽ നിന്നും എടുത്തെഴുതുക, തെറ്റിക്കരുത്. ആന്വിറ്റി ടേബിളല്ല, ഇൻഡിവിജ്വൽ ടേബിളിൽ നിന്ന് എടുത്തെഴുതാം. 0.9095, 0.8264, 0.7513, 0.6830, 0.6209. then multiply ചെയ്യുമ്പോൾ നമുക്ക് 27,273, 33,056, 45,078, 20,490, 12,418 കിട്ടിയ 5 വർഷത്തെ ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ. then അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1,38,315 ആണ് നമുക്ക് അതിൻ്റെ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് ലോവസ്റ്റ് റേറ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരെന്താണ്, P1 ആണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്, 1,38,315. ഓക്കെ, നമുക്ക് 4th സ്റ്റെപ്പിൽ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ എഴുതുക, L plus P1 minus Q divided by P1 minus P2 into H minus L. L എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് റേറ്റ് 10ഉം ഹയസ്റ്റ് റേറ്റ് 11ഉം. ദെൻ P1 നമ്മൾ രണ്ടാമത് കണ്ടുപിടിച്ചത് 1,38,315. ദെൻ P2 1,34,994 ആൻഡ് Q 1,36,000 കിട്ടി.
ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 പ്ലസ് 1,38,315 മൈനസ് 1,36,000 ഡിവൈഡഡ് ബൈ 1,38,315 മൈനസ് 1,34,994 ഇൻറ്റു 11 മൈനസ് 10. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തേൽ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 2,315 കിട്ടും. നെക്സ്റ്റ് നമുക്ക് ലെസ് ചെയ്യുമ്പോൾ 3,321 കിട്ടും. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.70 കിട്ടും. അത് 10നോട് കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 10.70% കിട്ടി. അതാണ് നമ്മുടെ IRR ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ വന്നു. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് രണ്ട് റേഞ്ചുകൾ കണ്ടുപിടിച്ചത് 10ഉം 11ഉം ആണ്. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരാം. അൺഈക്വൽ ആകുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാറുണ്ട്. പക്ഷേ ഈക്വലിന് ഒട്ടും മിക്കതും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുക. ഇതും നമുക്ക് എൻ്റെ ആ ബൗണ്ടറിയുടെ ഉള്ളിൽ നിന്നും 10.70% ആണ് നമ്മുടെ IRR ആയിട്ട് വന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം കാൽക്കുലേറ്റ് IRR. രണ്ട് പ്രൊജക്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. പ്രൊജക്റ്റ് എയും പ്രൊജക്റ്റ് ബിയും. അതിലെ ഡീറ്റെയിൽസ് കോസ്റ്റും തന്നിട്ടുണ്ട്, ഇൻഫ്ലോസും തന്നിട്ടുണ്ട്. 4 വർഷം ലൈഫുള്ള രണ്ട് പ്രൊജക്റ്റുകളാണ്. അതിൽ പ്രൊജക്റ്റ് എക്ക് 11,000 കോസ്റ്റ് വരുന്നുള്ള, ബിക്ക് 10,000 കോസ്റ്റ് വരുന്നുണ്ട്. ദെൻ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്ലോസിനെ കുറിച്ചിട്ടും തന്നിട്ടുണ്ട്. നമ്മളോട് IRR കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്ര നാൾ നമ്മൾ ചെയ്തത് അതിനൊക്കെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു സജഷനോ റെക്കമെൻഡേഷനോ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഏതാണ്? ഇവിടെ നമുക്ക് 2 പ്രൊജക്റ്റ് തന്നതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് പറയണം. അപ്പോൾ IRRന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഏത് പ്രൊജക്റ്റിനാണോ ഹയസ്റ്റ് IRR ഉള്ളത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരിക. ഏത് പ്രൊജക്റ്റിനാണോ ഹയസ്റ്റ് IRR ആയിട്ടുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോ പ്രൊജക്റ്റിൻ്റെയും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ഏതിന് കൂടുതലാണോ അത് നമ്മൾ റെക്കമെൻഡേഷനായിട്ട് എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. ഹെഡിങ് കൊടുക്കുക, പ്രൊജക്റ്റ് എ എന്ന് കൊടുക്കുക. അതിലാദ്യം PV ഫാക്ടർ കണ്ടുപിടിക്കുക. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതുക. ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ലൈഫ്. ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യനിലെത്തിയുള്ള 4 ക്യാഷ് ഇൻഫ്ലോസും ആഡ് ചെയ്യുക. 6,000 പ്ലസ് 2,000 പ്ലസ് 1,000 പ്ലസ് 5,000 ഡിവൈഡഡ് ബൈ ലൈഫ് എത്രയാണ്? 4. അപ്പോൾ നമുക്ക് 14,000 ഡിവൈഡഡ് ബൈ 4 കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 3,500 ആണ് നമ്മുടെ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് വരിക. ദെൻ നമ്മൾ PV ഫാക്ടർ കണ്ടുപിടിക്കുക. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് എയുടെ 11,000 ആണ്. 11,000 ഡിവൈഡഡ് ബൈ 3,500 ദാറ്റ്സ് ഈക്വൽ ടു 3.14 ആണ് നമ്മുടെ PV ഫാക്ടർ ആയിട്ട് കിട്ടുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം നമ്മൾ PV ഫാക്ടർ കണ്ടുപിടിച്ചു. ദാറ്റ്സ് ഈക്വൽ ടു 3.14. ഇനി നമ്മൾ ആന്വിറ്റി ടേബിളിൽ നിന്ന് ഈ 3.14 നിയറസ്റ്റ് ആയിട്ടുള്ള 2 വാല്യൂസ് കണ്ടുപിടിക്കണം. നോക്കേണ്ടത് 4ാമത്തെ റോ ആണ്. കാരണം ലൈഫ് 4 ഇയേഴ്സ് ആണ്. അപ്പോൾ 4th റോയിൽ ഈ വാല്യൂവിന് നിയറസ്റ്റുള്ള 2 വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 3.1699 കിട്ടും, 3.1024 കിട്ടും. അതിൻ്റെ കറസ്പോണ്ടിങ് റേഷ്യോ ആയിട്ട് വരിക 10%ഉം 11% തന്നെയാണ്. അപ്പോൾ ഓക്കെ, ദെൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? നമ്മൾ 3ാമത്തെ സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിക്കണം? ഈ റേഷ്യോസ് ഉപയോഗിച്ചിട്ട് ഇൻഡിവിജ്വൽ ടേബിളിൽ നിന്ന് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് എല്ലാ ഇൻഫ്ലോസിനെയും പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അൺവീക്കൽ ആയതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം ഓരോന്നിനും. അപ്പോൾ ആദ്യം 11% കണ്ടുപിടിക്കാം. കാൽക്കുലേഷൻ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അറ്റ് 11%. 4 കോളംസ് പ്രൊവൈഡ് ചെയ്യാം. ഇയർ ഇൻഫ്ലോ, ഡിസ്കൗണ്ട് അറ്റ് 11%, PV ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഇയർ 1 to 4 ഇൻഫ്ലോ തെറ്റിക്കാണ്ട് എടുത്ത് എഴുതുക. ദെൻ ഡിസ്കൗണ്ട് അറ്റ് 11% എഴുതുക. ദെൻ PV ഓഫ് ക്യാഷ് ഇൻഫ്ലോ എഴുതുക. ഡിസ്കൗണ്ട് അറ്റ് 11% വാല്യൂസ് നമ്മൾ നേരത്തെ ഹോംവർക്ക് പ്രോബ്ലത്തിൽ ചെയ്ത് തന്നെയാണ്. ആ വാല്യൂ നേരത്തെ ഹോംവർക്ക് പ്രോബ്ലം അല്ല, അതിന് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ ചെയ്താണ്. ആ വാല്യൂസ് തന്നെ എഴുതിയാൽ മതി. അവിടെ 5 വർഷം ഉണ്ടായിരുന്നു, ഇവിടെ നമുക്ക് 4 വർഷത്തിൻ്റെ ആവശ്യമുള്ള എമൗണ്ടുകൾ എഴുതാം. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5,405.4, 1,623.2, 731.2, 3,293.5 കിട്ടി. അങ്ങനെ 5 വാല്യൂസ് 4 വർഷത്തിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കിട്ടി. ദെൻ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 11,053.3 ആണ് നമുക്ക് ടോട്ടൽ PV ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കിട്ടുക അറ്റ് 11% കിട്ടുക. ഓക്കെ, ദെൻ ക്യാഷ് ഇൻഫ്ലോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അറ്റ് 10% കണ്ടുപിടിക്കാം. ഇതുപോലെ തന്നെ 4 കോളം പ്രൊവൈഡ് ചെയ്യുക. 1 to 4 ഇയേഴ്സ് എഴുതുക. ഇൻഫ്ലോസ് നേരത്തെ എഴുതിയത് തന്നെയാണ്. ആ പ്രൊജക്റ്റ് എ തന്നെയാണ്. പ്രൊജക്റ്റ് ബി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പ്രൊജക്റ്റ് എയുടെ തന്നെയാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊജക്റ്റ് ബിയിലേക്ക് കയറിയാൽ മതി. അപ്പോൾ ചിലപ്പോൾ ഇനി തെറ്റിക്കുമ്പോൾ ആ ഇൻഫ്ലോ എടുത്തെഴുതരുത്. പ്രൊജക്റ്റ് എയുടെ തന്നെ ഇൻഫ്ലോസ് എഴുതിയിട്ട് 10% റേറ്റ് വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാം. ദെൻ 10%ൻ്റെ വാല്യൂസ് എഴുതാം. അപ്പോൾ നമുക്ക്
പി വി എത്ര കിട്ടും? 5454.6, 1652.8, 751.3, 3415 കിട്ടും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11273.7 കിട്ടും. അപ്പോൾ 10% വെച്ചിട്ട് പ്രസൻറ്റ് വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് P1, ഇപ്പോൾ കണ്ടുപിടിച്ചത് P2 ആണ്. ബാക്കി എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഇക്വേഷൻ എഴുതാം. L പ്ലസ് P1 മൈനസ് Q ഡിവൈഡഡ് ബൈ P1 മൈനസ് P2 ഇൻറ്റു H മൈനസ് L. L എത്രയാണ്? 10, H 11, P1 11,273.7, P2 11,053.3, Q 11,000 നമ്മൾ എഴുതി. ദെൻ ഇക്വേഷനിൽ ഓരോന്നിനും കൊടുക്കുക. 10 പ്ലസ് 11,273.7 മൈനസ് 11,000 ഡിവൈഡഡ് ബൈ 11,273.7 മൈനസ് 11,053.3 ഇൻറ്റു 11 മൈനസ് 10. അപ്പോൾ നമുക്ക് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 273.7 താഴത്ത് 220.4 കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.24 കിട്ടും. അതിൻ്റെ പെർസെൻറ്റേജ് 11.24% ആണ് നമുക്ക് അതിൻ്റെ IRR ആയിട്ട് കിട്ടുക. ഇപ്പോൾ നോക്കി നോക്കിയാൽ നമ്മുടെ ബൗണ്ടറി വിട്ടുപോയി. നമ്മുടെ രണ്ട് ബൗണ്ടറി എന്ന് പറയുന്നത് 10ഉം 11ഉം ആയിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയ ആൻസർ 11.24% ആണ്. അപ്പോൾ അത് ബൗണ്ടറി വിട്ടുപോയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അൺഈക്വൽ ആകുമ്പോൾ ചിലപ്പോൾ ആ ബൗണ്ടറി വിട്ട് പോകാറുള്ളത് തെറ്റല്ല കേട്ടോ. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക, മിസ്റ്റേക്ക് ഒന്നും വരുത്തിയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് എയുടെ എന്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞു? IRR കണ്ടുപിടിച്ചു. അതവിടെ വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പ്രൊജക്റ്റ് ബിയും കൂടിയും കണ്ടുപിടിച്ചിട്ട് വേണം ഒരു ഡിസിഷൻ ക്രൈറ്റീരിയ എഴുതാനായിട്ട്. ഇതുപോലെ തന്നെ പ്രൊജക്റ്റ് ബിയും കണ്ടുപിടിക്കുക. ആദ്യം പി വി ഫാക്ടർ കണ്ടുപിടിക്കുക. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ലൈഫ് ആണ്. അപ്പോൾ പ്രൊജക്റ്റ് ബിയിലേക്ക് കടന്നു. അപ്പോൾ പ്രൊജക്റ്റ് ബിയുടെ ഇൻഫ്ലോസ് എടുത്ത് എഴുതുക. 1000 പ്ലസ് 1000 പ്ലസ് 2000 പ്ലസ് 10,000 ഡിവൈഡഡ് ബൈ 4 കിട്ടി. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 14,000 ഡിവൈഡഡ് ബൈ 4, 3,500 കിട്ടി. ദെൻ പി വി ഫാക്ടർ കണ്ടുപിടിക്കുക. 10,000 ആണ് പ്രൊജക്റ്റ് ബിയുടെ കോസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 3,500 ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 2.86 കിട്ടി. അപ്പോൾ നമ്മുടെ പി വി ഫാക്ടർ എത്ര കിട്ടി? 2.86 കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ വാല്യൂസ് നമുക്ക് ആന്വിറ്റി ടേബിളിൽ സെർച്ച് ചെയ്യാം. ഇയർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നാലാമത്തെ റോയിൽ ഈ വാല്യൂ വരുന്നത് ഏത് പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിക്കണം. യൂസ് ചെയ്യേണ്ടത് ആന്വിറ്റി ടേബിൾ. ദെൻ നമ്മൾ ആന്വിറ്റി ടേബിളിൽ ഇപ്പോൾ കണ്ടുപിടിച്ച പി വി ഫാക്ടറായ 2.86ന് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. നോക്കേണ്ടത് ലൈഫ് 4 ഇയർ ആയതുകൊണ്ട് 4th റോയിലെ വാല്യൂസ് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 2.9137 കിട്ടുന്നുണ്ട്. അതുപോലെ 2.8550 കിട്ടുന്നുണ്ട്. ആ 8550 പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വാല്യൂ എത്രയാണ്? 2.86 ആണ്. 86നേക്കാൾ കുറഞ്ഞത് 85 ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 2.8550 കിട്ടിയത്. അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് വന്നിരിക്കുന്നത് 14%ഉം 15%ഉമാണ് റേഷ്യോസ് വരിക. ദെൻ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആദ്യം 14% വെച്ചിട്ട് ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. 4 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് കോളം ഇയർ ഇൻഫ്ലോ ഡിസ്കൗണ്ട് അറ്റ് 14%, പി വി ഓഫ് ക്യാഷ് ഇൻഫ്ലോ 1 to 4 എഴുതുക. ദെൻ ഇൻഫ്ലോസ് ഫസ്റ്റ് തെറ്റിക്കാണ്ട് 4ഉം എടുത്ത് എഴുതുക. ദെൻ ഡിസ്കൗണ്ട് അറ്റ് 14%. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഏത് ടേബിളാണ് യൂസ് ചെയ്യേണ്ടത്? ഇൻഡിവിജ്വൽ ടേബിൾ, അതായത് നടുവിലത്തെ ടേബിളാണ് യൂസ് ചെയ്യേണ്ടത്. അതിൽ 14ാമത്തെ പെർസെൻറ്റേജിൻ്റെ ഓരോ വർഷത്തിൻ്റെയും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഇയേഴ്സിൻ്റെ വാല്യൂസ് എടുത്ത് എഴുതാം. 0.8772, 0.7695, 0.6750, 0.5921 എഴുതി. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഇൻഫ്ലോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 877.2, 769.5, 1350, 5921 ഇങ്ങനെ 4 വാല്യൂസ് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ 4 വാല്യൂസും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 8917.7 ആണ് നമുക്ക് ടോട്ടൽ ഓഫ് പി വി ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് വരിക അറ്റ് 14%. ഓക്കെ, അപ്പോൾ നമ്മൾ 14%ൻ്റെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എത്രയാണ് കണ്ടുപിടിക്കണം? 15% ഇതുപോലെ കണ്ടുപിടിക്കാം. ഹെഡിങ് കൊടുക്കുക. കാൽക്കുലേഷൻ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അറ്റ് 15%. 4 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. ഇയർ ഇൻഫ്ലോ ഡിസ്കൗണ്ട് അറ്റ് 15%, പി വി ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഇയർ 1 to 4 ഇൻഫ്ലോസ് പ്രൊജക്റ്റ് ബിയിലെ തെറ്റിക്കാണ്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ദെൻ ഡിസ്കൗണ്ട് വാല്യൂസ് കണ്ടുപിടിക്കുക. 0.8696, 0.7561, 0.6575, 0.5718. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 869.6,
756.1, 1315, 5718 കിട്ടി. ദെൻ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 8658.7 ആണ് നമുക്ക് 15%ന്റെ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് P2 വാല്യൂ ആണ്, നേരത്തെ കണ്ടുപിടിച്ചത് P1 വാല്യൂ. ദെൻ Q നമ്മുടെ കയ്യിലുണ്ട്, Lഉം Hഉം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കിനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ എഴുതാം. L പ്ലസ് P1 മൈനസ് Q ഡിവൈഡഡ് ബൈ P1 മൈനസ് P2 ഇൻറ്റു H മൈനസ് L. L എന്ന് പറഞ്ഞാൽ 14%, H 15%. P1 നമ്മൾ കണ്ടുപിടിച്ചത് 8917.7, P2 8658.7, Q 10,000 കിട്ടി. ഇക്വേഷനിൽ കൊടുക്കുക. 14 പ്ലസ് 8917.7 മൈനസ് 10,000 divided by 8917.7 minus 8658.7 into 15 minus 14. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ലെസ് ചെയ്യണമെന്ന് നോക്കുക. 8917.7 നിന്നാണ് നമ്മൾ 10,000 ലെസ് ചെയ്യുന്നത്. ചെറുതിൽ നിന്നാണ് വലുത് ലെസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? നെഗറ്റീവ് ഫിഗർ ആയിരിക്കും കിട്ടുക. പഠിച്ചിട്ടില്ലേ? ചെറുതിൽ നിന്ന് വലുത് ലെസ് ചെയ്താൽ നമ്മുടെ ആൻസർ നെഗറ്റീവ് ഫിഗർ ആയിരിക്കും. അപ്പോൾ എത്ര കിട്ടുക? മൈനസ് 1082.3 ആണ് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് ആയിട്ട് കിട്ടുക. ദെൻ താഴത്തെ ലെസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, 256 കിട്ടും. അപ്പോൾ അത് ലെസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? മൈനസ് 4.22 ആണ് കിട്ടുക. കാരണം എന്താണ്? മൈനസും ഡിവൈഡഡ് ബൈ പ്ലസ് ചെയ്താൽ നമ്മുടെ ആൻസർ മൈനസ് ആയിരിക്കും. പഠിച്ചിട്ടില്ലേ? ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസും ഇൻറ്റു ചെയ്താൽ പ്ലസ് കിട്ടും. പക്ഷെ മൈനസും പ്ലസും ഇൻറ്റു ചെയ്താൽ നമുക്ക് മൈനസ് ആണ് കിട്ടുക. അത് തന്നെയാണ് ഡിവിഷൻ്റെയും ഫോർമുലയായിട്ട് വരിക, അപ്ലിക്കേഷനായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് മൈനസ് 1082.3നെ പ്ലസ് 256 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? മൈനസ് ആയിരിക്കും. എമൗണ്ട് 4.22 ആണ് കിട്ടുക. അപ്പോൾ 14 പ്ലസ് മൈനസ് 4.22, പ്ലസും മൈനസും അടുത്തടുത്ത് വന്നു. അപ്പോൾ എന്തായിരിക്കും? അത് മൈനസ് ആയിരിക്കും. അപ്പോൾ 14ൽ നിന്ന് 4.22 ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 9.78% ആണ് നമുക്ക് IRR ആയിട്ട് കിട്ടുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ആ മൈനസ് ഫിഗർ വരുന്നത്. നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമ്മൾ ലെസ് ചെയ്യുന്നത് ചെറിയ എമൗണ്ടിൽ നിന്ന് വലിയ എമൗണ്ടാണ് നമ്മൾ ലെസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് അതിൻ്റെ എമൗണ്ട് എത്ര വരും? നമുക്ക് നെഗറ്റീവ് ഫിഗർ ആയിരിക്കും വരിക. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9.78% ആയിരിക്കും നമുക്ക് IRR ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ രണ്ട് പ്രൊജക്റ്റിൻ്റെയും എന്ത് കണ്ടുപിടിച്ചു? IRR കണ്ടുപിടിച്ചു. ഫസ്റ്റ് പ്രൊജക്റ്റ് എയുടെ 11.24 കിട്ടി. ഇതിൻ്റെ 9.78 കിട്ടി. അപ്പോൾ രണ്ട് പ്രൊജക്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും എന്ത് എഴുതണം? റെക്കമെൻഡേഷൻ എഴുതണം. IRR ഡിസിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏത് പ്രൊജക്റ്റിനാണോ ഹയസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഉള്ളത്. കാരണം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിൻ്റെ റേറ്റ്. അത് നമുക്ക് എപ്പോഴും കൂടാനാണ് താല്പര്യം. കൂടിയതിൻ്റെ അർത്ഥം അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ എമൗണ്ട് ഇൻകം കിട്ടുന്നുണ്ട്. അപ്പോൾ ഏത് പ്രൊജക്റ്റിനാണ് കൂടുതൽ? പ്രൊജക്റ്റ് എക്കാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കമൻറ്റ് എഴുതും? പ്രൊജക്റ്റ് എ ഈസ് റെക്കമെൻഡഡ് ബിക്കോസ് ഇറ്റ് ഹാസ് ഹയസ്റ്റ് IRR. അതെങ്ങനെയാണ് നമ്മൾ IRR കണ്ടുപിടിച്ചിട്ട് രണ്ട് പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ എഴുതണം. ഏത് പ്രൊജക്റ്റിനാണ് കൂടുതൽ IRR വന്നിരിക്കുന്നത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ മെത്തേഡോടുകൂടി കഴിഞ്ഞോട്ടെ. എല്ലാ മെത്തേഡുകളും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് കഴിഞ്ഞു. എല്ലാ മെത്തേഡുകളും ഒരെണ്ണത്തിന് മാത്രമേ നമ്മൾ പേബാക്ക് പീരീഡിന് മാത്രമേ കുറവുള്ളത് സെലക്ട് ചെയ്യുള്ളൂ. ഏത് പ്രൊജക്റ്റിനാണ് പേബാക്ക് പീരീഡ് കുറവ് അതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ബാക്കി എല്ലാത്തിനും ഏതാ ഡിസിഷൻ ക്രൈറ്റീരിയ? ഏത് പ്രൊജക്റ്റിനാണ് കൂടുതലുള്ളത്. അതിൽ ഡിസ്കൗണ്ടഡ് പേബാക്ക് പീരീഡും അത് തന്നെയാട്ടോ. അത് ബാക്കി എല്ലാത്തിനും പോസ്റ്റ് പേബാക്ക് ആയാലും IRR ആയാലും NPV, PI, അതുപോലെ IRR ഏത് പ്രൊജക്റ്റ് ഏത് മെത്തേഡ് ആയാലും ഏത് പ്രൊജക്റ്റിനാണ് കൂടുതൽ വന്നിരിക്കുന്നത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരിക. പേബാക്കിനും അതുപോലെ ഡിസ്കൗണ്ടഡ് പേബാക്കിനും മാത്രം എന്താണ് ഏത് പ്രൊജക്റ്റിനാണോ കുറവ് വന്നിരിക്കുന്നത് അതാണ് നമ്മൾ സെലക്ട് ചെയ്തായിട്ട് വരിക. ഓക്കെ. താങ്ക് യു.